ഞാനിന്ന് യാദൃച്ഛികമായി ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരാൾ മൈത്രേയനെ വിമർശിക്കുന്ന ഒരു വീഡിയോയാണ്. അതുകൊണ്ട് എന്തായാലും അത് കാണാമെന്ന് വിചാരിച്ച് കണ്ടു. അതിനകത്ത് അദ്ദേഹം മൈത്രേയനെ കുറെ തെറികൾ മാത്രമാണ് പറയുന്നത്. മൈത്രേയൻ പറയുന്ന ഒരു കാര്യത്തെയും അദ്ദേഹം ഖണ്ഡിക്കുന്നില്ല. അദ്ദേഹത്തിന് മൈത്രേയന്റെ തന്തയ്ക്കും ഒക്കെ കുറെ തെറിയും ഒക്കെ പറഞ്ഞ് കുറെ കഞ്ചാവോളികളെന്നും അതാണെന്നും ഇതാണെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകുന്നു. അല്ലാതെ മൈത്രേയന്റെ ഒരാശയത്തെ പോലും അദ്ദേഹം ഖണ്ഡിക്കുന്നില്ല. ഹായ് ഓൾ, വെൽക്കം ടു ദി നട്ടപ്പാതിര വീഡിയോ. ഐ എം യുവർ ബാറ്റ്മാൻ ഏജന്റ്. വിഷയം മൈത്രേയൻ. ചങ്ങായിക്ക് ഒരു റിപ്ലൈ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനെ കുറിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇവൻ പറഞ്ഞ വർത്തമാനമാണ്. പലരും എന്നെ പേഴ്സണലി ഒക്കെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഞാൻ ഉപയോഗിച്ച ലാംഗ്വേജ് ആ റീലിനകത്ത് മോശമാണെന്ന് പറഞ്ഞു. പിന്നെ കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നൊരു കോണ്ടെസ്റ്റിലല്ല മൈത്രേയൻ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞതെന്നുള്ളത്. എനിക്ക് മനസ്സിലായ ഒരു കോണ്ടെസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഇവന് പരമപുച്ഛമാണ് എല്ലാവരും. മനസ്സിലായോ? ഈ മൈത്രേയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എല്ലാവരെയും പുച്ഛമാണ്. ഒരു മനുഷ്യനും അവനേക്കാൾ വലുതല്ല, അവനേക്കാൾ അറിവുള്ളവനല്ല എന്നുള്ളൊരു ധാരണയാണ് അവനുള്ളത്. ഈ മൈത്രേയൻ്റെ വീഡിയോ ആണ് അതിവിടെ പ്ലേ ചെയ്യുക. ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്? മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുകയെന്ന് ചെയ്യുന്നത്. പറ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരാ മിസൈൽ മാൻ. അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് വലിച്ചവനും ചെയ്തിട്ടില്ല. ദ്രോഹം ചെയ്തത് തന്നെ ഉണ്ടാക്കിയ മുതല യുവർ ഫാദർ. അത്രയും ദ്രോഹമൊന്നും നാടിനോട് ആരും ചെയ്തിട്ടില്ല. ഈ വർത്താനം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്. ഇവിടെ പറയുമ്പോൾ ഒരു മിനിമം ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്, ഇയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിലെന്തോ ഉണ്ടല്ലോ തോന്നും. ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്ത് ലെവലാണ് എനിക്കുള്ളത്. ഡോക്ടർ APJ അബ്ദുൽ കലാം മഹാനാണോ? മനസ്സിലായോ? മഹാൻ, ലെജൻഡ്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധിനെ വരെ ഒപ്പോസ് ചെയ്ത് ഹെയ്റ്റ് ചെയ്ത് സംസാരിക്കുന്നവരുണ്ട്. ഓക്കെ, ഞാൻ ഇത്രകാലം ജീവിച്ച എൻ്റെ ജീവിതത്തിനിടയിൽ എവിടെയും ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞു മൈത്രേയൻ അബ്ദുൽ കലാം സാറിനെ മിസൈൽ മാൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. അബ്ദുൽ കലാം സാർ കണ്ടുപിടിച്ചത് മിസൈലാണ്. ആ മിസൈൽ കൊണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു ഗുണവും ഉണ്ടാകില്ല എന്നാണ് മൈത്രേയൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന് തെളിയിക്കാമോ ആ മിസൈൽ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടായി എന്ന്? ഭൂമിയിലെ ഏതെങ്കിലും കുറെ മനുഷ്യരെ കൊല്ലാനല്ലാതെ ഈ മിസൈൽ കൊണ്ട് എന്താണ് ഗുണം? അത് അദ്ദേഹത്തിന് തെളിയിക്കാമോ? അല്ല ഗുണമുണ്ടെന്ന്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനാണ് മിസൈൽ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ആ അർത്ഥത്തിലാണോ? അദ്ദേഹം അതിരുകളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിരുകളില്ലാത്ത ലോകത്ത് എന്തിനാണ് മിസൈലുകൾ? ആ മിസൈൽ കൊണ്ട് ഒരു മനുഷ്യനും ഒരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് എന്താ മിസൈൽ പുട്ടവെച്ച് തിന്നാനോ? അല്ലെങ്കിൽ ഈ ഒരു മിസൈൽ അയച്ചു കൊടുത്ത പാകിസ്ഥാൻകാർ അതെടുത്ത് വെച്ച് അപ്പം ചുട്ട് തിന്നു? എന്തറിവില്ലായ്മയാണ് ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ആ മിസൈൽ കൊണ്ട് ഒരു മനുഷ്യനും ഭൂമിയിൽ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അതൊരു സത്യമായ കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ വിമർശനം നോക്കൂ. മൈത്രേയന്റെ തന്തയ്ക്ക് പറഞ്ഞാണ് വിമർശിക്കുന്നത്. ആ മൈത്രേയന്റെ ആശയങ്ങളെയല്ലേ താങ്കൾ വിമർശിക്കേണ്ടത്? മൈത്രേയൻ പറഞ്ഞ ആശയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വിമർശിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഇരുന്ന് തന്തയ്ക്ക് പറയുന്നതല്ല ഒരു വിമർശനം. നിങ്ങൾ പറയുന്ന ആശയത്തെയാണ് ഞാൻ വിമർശിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ആശയം 100% തെറ്റാണ്. നിങ്ങൾക്ക് അത് ശരിയാണെങ്കിൽ അത് തെളിയിക്കാം. മിസൈൽ കണ്ടുപിടിച്ചത് ഒരു മഹത്തായ കാര്യമാണെങ്കിൽ അമേരിക്ക ഹിരോഷിമ നാഗസാക്കിയിൽ അണുബാംബിട്ടത് നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരില്ലേ? അതും ഒരു ശരിയായ കാര്യമായിരുന്നില്ലേ? അണുവായുധങ്ങളൊക്കെ കണ്ടുപിടിച്ചതും ശരിയായിരുന്നു എങ്കിൽ ലോകരാജ്യങ്ങൾ എന്തിനാണ് ഇന്ന് അണുബാംബ് എല്ലാ രാജ്യങ്ങളും നശിപ്പിക്കണം, അത് ലോകത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നത്? അതുപോലെ തന്നെയാണ് മിസൈലുകളും. ലോകത്ത് ഇത് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. മനുഷ്യരെ കൊല്ലാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. ഇത് ലോകത്തിന് ആവശ്യമില്ല. ഇതെല്ലാം ഈ ആയുധങ്ങളെല്ലാം ലോകത്ത് നിന്ന് നശിക്കുക തന്നെ വേണം. ചാൾസ് ബാബേജ് കണ്ടുപിടിച്ചതാണ് കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടർ കൊണ്ട് മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യവംശത്തിന് ഗുണമുണ്ടാകും. തോമസ് എഡിസൺ വൈദ്യുതി വിളക്കുകൾ കണ്ടുപിടിച്ചു. ലോകം മുഴുവനും ലോകം അവസാനിക്കുന്നവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ കാലം വരെയും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. മൊത്തം ചെയ്തത് കുട്ടികളുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഇതൊക്കെ ആരോട് പറയാനാണ്? ചെങ്ങാനോട് പറഞ്ഞ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവന്റെ ഫാൻസ് പറയാനുണ്ട്.
ഓ, മൈത്രേയൻ പറയുന്നത് 1000 വർഷം കഴിഞ്ഞാൽ തിരിച്ചറിയും നിങ്ങൾ. 1000 വർഷം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാവും, ഈ ഉണ്ടാവും, നമ്മളെ തലമുറയിൽ ആരുണ്ടാവും? 1000 വർഷം കഴിയുമ്പോൾ മൈത്രേയൻ പോയിട്ട് പോലും കാണില്ല. പക്ഷെ 1000 വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം എന്നുള്ള പേരുണ്ടാവും. മൈത്രേയൻ്റെ മാൻ്റെ പകുതി പോലും കാണില്ല. എന്നിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് ഇവൻ ഈ വൃത്തിയോട് വിളിച്ച് പറയുന്നത്. ഇനി ഇവൻ്റെ കുറേ ചോദ്യങ്ങളുണ്ട്. ഇവൻ ഹാഷ്മീനെ ആയിട്ടുള്ള ആ ഒരു കോൺവെർസേഷനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും ബോംബും മിസൈലും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, കണ്ടുപിടിക്കുന്നത് എന്തിനാ, എന്താണ് ആവശ്യം എന്നൊക്കെ. അതിന് കൃത്യമായ മറുപടി ഇന്ത്യക്ക് വേണ്ടി ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആ മഹാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. You are known to be a deeply spiritual person. Have you ever felt guilty or conflicted about developing nuclear weapons? Why or why not? I realize that for my country's development, peace is essential. Peace comes out of strength. Strength respects the strength. Peace, that is how weaponized missiles were born. So the only strength you need, minimum strength to keep the nation peaceful, and so that you can enter into the necessary developmental missions. That's how I look at it. അത്ര ക്ലിയർ ആയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു. സമാധാനം വേണം, സമാധാനം വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ. മാർക്കോണി കണ്ടുപിടിച്ചതാണ് റേഡിയോ. ആ റേഡിയോയിലൂടെ നമ്മുടെ എത്ര തലമുറകളാണ് പാട്ടുകൾ ആസ്വദിച്ചത്, സാങ്കേതിക വിവരങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞത്. മിസൈൽ കൊണ്ട് ആർക്ക് ഗുണമാണുള്ളത്? ഒരു ഗുണവും വരും തലമുറയ്ക്കും ഈ തലമുറയ്ക്കും മിസൈൽ കൊണ്ട് ഉണ്ടാവുകയല്ലോ എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ആറ്റം ബാമ്പ് കണ്ടുപിടിച്ചയാൾ മഹാനായിരിക്കാം, പക്ഷേ അതുകൊണ്ട് ദുരിതം അനുഭവിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കോടിക്കണക്കിന് മനുഷ്യർ അതുകൊണ്ട് ഇന്ന് ദുരിതം അനുഭവിക്കുന്നു. അതൊന്നും ഒരു മഹത്തരമായ കാര്യമായി ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. മൈത്രേയൻ നെളിഞ്ഞിരുന്ന് സംസാരിക്കുന്നത് അബ്ദുൽ കലാം സാറ് മിസൈൽ കണ്ടുപിടിച്ചത് കൊണ്ടാണെന്ന്. ഇതിനൊക്കെ എന്താണ് മറുപടി പറയുക? അബ്ദുൽ കലാം സാറ് എന്നാണ് മിസൈൽ കണ്ടുപിടിച്ചത്? നമ്മൾ സ്വതന്ത്രരായത് ഇന്നലെയാണോ, മെനഞ്ഞാന്നാണോ? എത്രയോ വർഷങ്ങളായി നമ്മൾ സ്വതന്ത്രരാണ്. നമുക്ക് നെളിഞ്ഞിരുന്ന് സംസാരിക്കാനും ആരുടെ മുഖത്ത് നോക്കിയ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശവും നമുക്ക് കിട്ടിയിട്ട് 10-75 വർഷമായി. അത് ഇദ്ദേഹത്തിന്റെ മിസൈൽ കൊണ്ടൊന്നുമല്ല, അതൊക്കെ വെറും തെറ്റായ ചിന്തകളാണ്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മിസൈൽ ഉണ്ടാക്കിയില്ലെന്നെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും മിസൈലുള്ളവർ പിടിച്ചു കളയുമെന്ന്. എങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ മിസൈൽ ഉണ്ടല്ലോ, പാകിസ്ഥാന്റെ കയ്യിൽ മിസൈൽ ഉണ്ടല്ലോ, ചൈനയുടെ കയ്യിൽ മിസൈൽ ഉണ്ടല്ലോ. കൊച്ചു കൊച്ചു രാജ്യങ്ങളൊക്കെ അങ്ങ് പിടിച്ചെടുത്താൽ പോരെ? അവരൊന്നും മിസൈൽ ഇല്ലാത്ത രാജ്യങ്ങളല്ലേ? അവരുടെ കയ്യിലൊന്നും ആയുധങ്ങളില്ലല്ലോ. അടുത്ത രാജ്യങ്ങളാണ്, ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്, അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ടല്ലോ. അതിനെല്ലാം നമുക്കിഞ്ഞ് പിടിച്ചെടുക്കാമല്ലോ. ഇതൊന്നും താങ്കൾക്ക് അറിയില്ലേ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ആരെയും പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ പിടിച്ച കഥ നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാ രാജ്യങ്ങളോടൊക്കെ ചേർന്ന് തിരിച്ച് പിടിച്ചു കൊടുത്തില്ല അവർക്ക്. അതുപോലെ തന്നെയാണ്. അങ്ങനെ ആരും കയറി പിടിച്ചെന്ന് കളയില്ല ഇപ്പോ. അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണകളാണ്. പിന്നെ അതിർത്തികൾ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ അടിക്കുക, അത്ര തന്നെ. അല്ലാതെ ഓടി വന്ന് ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് പിടിച്ചു കളയാനൊന്നും പറ്റില്ല. അന്ത കാലമൊക്കെ പോച്ച്. അത് രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി അതെല്ലാം കഴിഞ്ഞ്. ഇനി അതൊന്നും നടക്കില്ല. അതെങ്കിലും മനസ്സിലാക്കൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ 2 മിസൈൽ ഇരിക്കണം എന്ന് പറഞ്ഞല്ല നമ്മളെ ആരും പിടിക്കാത്തത്. അതിനേക്കാൾ വലിയ മിസൈലുകളും ഒറ്റ ദിവസം കൊണ്ട് രാത്രി കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കത്തക്ക സാധനങ്ങളൊക്കെ ലോകത്ത് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എങ്കിൽ പിന്നെ അമേരിക്കയ്ക്ക് എല്ലാവരുടെ കയ്യിൽ തലയിലും കൊണ്ട് അങ്ങ് ബോംബിട്ട് അങ്ങ് പിടിച്ചു കളഞ്ഞാൽ പോരെ? നമ്മളുണ്ടാക്കിയ ഒരു മിസൈൽ കൊണ്ടാണ് നമ്മളെ എല്ലാവരും ഭയപ്പെടുന്നതെങ്കിൽ നമ്മൾ എന്തിനാ അമേരിക്ക എന്ന ആയുധം വാങ്ങിക്കുന്നത്? നമ്മൾ എന്തിനാണ് റഷ്യ എന്ന ആയുധം മേടിക്കുന്നത്? നമ്മളുണ്ടാക്കിയ 2 മിസൈൽ കൊണ്ട് അവിടെ പ്രദർശിപ്പിച്ച് വച്ചിരുന്നാൽ പോരായിരുന്നോ? എന്തൊക്കെയാണ് മാഷേ ഇരുന്ന് പറയുന്നത്? അതൊക്കെ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ ഇതുകൊണ്ട് മാത്രമൊന്നും അല്ല നമ്മളെ ആരും കയറി പിടിക്കാത്തത്. അതിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടലുകളൊക്കെ ഉണ്ട്. നിങ്ങൾ പറയുന്നതാണ് തെറ്റ്. 1000 വർഷങ്ങൾക്ക് മുമ്പും പറഞ്ഞാൽ മനസ്സിലാവുന്നവരുണ്ടായിരുന്നു, ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. 2000 വർഷത്തിനു മുമ്പും ഉണ്ടായിരുന്നു. 500 വർഷത്തിനും 600 വർഷത്തിനും മുമ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗലീലിയോയ്ക്ക് വിഷം കുടിച്ച് മരിക്കേണ്ടി വന്നത്. ഗലീലിയോ എന്താണ് പറഞ്ഞത്? ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഭൂമി കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞു. അതൊക്കെ തെറ്റാണെന്ന് നിങ്ങളെപ്പോലുള്ളവർക്ക് അന്ന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊന്നത്. യേശുക്രിസ്തു 2000 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും അന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതൊക്കെ തെറ്റാണെന്നും അന്നത്തെ ഭരണാധികാരികൾക്ക് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രൂശിച്ചു കൊന്നത്. ബറാബാസിനെ വിട്ടുതരൂ, യേശുവിനെ ക്രൂശിക്കൂ എന്ന് അന്നത്തെ ജനങ്ങളും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ 1000 വർഷം കഴിഞ്ഞാലും 2000 വർഷം കഴിഞ്ഞാലും ഇതുപോലുള്ള ആൾക്കാരുണ്ടാവും. മൈത്രേയനെ പോലുള്ളവരും ഉണ്ടാവും. അന്നും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നവരുണ്ടാവും, മനസ്സിലാവാത്തവരും ഉണ്ടാവും. മൈത്രേയൻ എന്താണ് നാടിനു വേണ്ടി ചെയ്തത്? ആ കമ്പാരിസണാണ് എനിക്ക് തീരെ പറ്റാഞ്ഞത്. മൈത്രേയൻ്റെ അച്ഛനായിട്ട് കമ്പയർ ചെയ്യുക കഞ്ചാവോളികളെ. മനസ്സിലായോ? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കമ്പയർ ചെയ്യുന്ന നീ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആൾക്കാരായിട്ടാ? ഞാൻ പറയുമ്പോൾ കേസ് എടുക്കണം ഈ പരനാറിക്കെതിരെ, ഇവൻ്റെ ഈ മറ്റോടത്തെ വർത്താനത്തിന്.
അതേടാ, ഇന്ത്യ കണ്ട ദ മോസ്റ്റ് ഫേവറേറ്റ് പ്രസിഡന്റ് ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ആ മനുഷ്യൻ ഇവിടുത്തെ മില്യൺ കണക്കിന് കുട്ടികൾക്ക് കൊടുത്തത് വിഷനാണ്. സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച മനുഷ്യനാ, മനസ്സിലായോ? വിഷൻ വേണം, സ്വപ്നം കാണണം. കുടുംബമാണ് ഏറ്റവും വലുത് എന്ന് ഒരു തലമുറയെ മൊത്തം പറഞ്ഞു പഠിപ്പിച്ചു. കുടുംബമാണ് വലുത്, കുടുംബം നന്നായാൽ. മൈത്രേയൻ ഒരു സ്ത്രീയുമായി ജീവിച്ച് പ്രകൃതി നിയമം അനുസരിച്ച് അതിൽ പ്രകൃതിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെയും നൽകി. എന്നാൽ നിങ്ങൾ പറയുന്ന അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടോ? അദ്ദേഹം അടുത്ത തലമുറയ്ക്കായി ഒരു ജന്മം നൽകിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണെങ്കിൽ 100 വർഷം കൊണ്ട് ഭൂമിയിൽ മനുഷ്യൻ എന്ന വർഗം ഇല്ലാതാവില്ലേ? എന്തൊക്കെയായാലും ചിന്തിക്കുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല പ്രവൃത്തിയുടെ ഉടമയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ മിസൈൽ ആണ് നാളെ കാലത്ത് അപ്പം ചൂട്ട് തിന്നുന്നത് എന്നതിന് അർത്ഥമുണ്ടോ? അതാണ് മൈത്രേയൻ പറഞ്ഞത്. ആ മിസൈൽ കൊണ്ട് ഉപയോഗമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് സത്യവും തന്നെയാണ്. വെറുതെ ഇരുന്ന് മൈത്രേയനെ കുറെ ചീത്ത പറയുന്നതല്ലാതെ മൈത്രേയന്റെ ഒരാശയത്തെ പോലും ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഹാഷിമിയുമായിട്ടുള്ള ചർച്ചയിൽ മൈത്രേയനോട് ചോദിച്ച ഒരു കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. മൈത്രേയൻ പറഞ്ഞത് എത്ര സത്യമായ കാര്യമാണ്. ഒരു നിമിഷം കൊണ്ട് ഹാഷിമിയുടെ വായടച്ചു പോയില്ലേ? ഇന്ത്യയിൽ തന്നെ ആയിരക്കണക്കിന് രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ആ രാജ്യങ്ങളൊക്കെ എവിടെ പോയി? അവർ തമ്മിൽ യുദ്ധം ചെയ്തിരുന്നില്ലേ? അവരൊക്കെ ഇപ്പൊ യുദ്ധം ചെയ്യുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് ഹാഷ്മിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. അതാണ് ആശയപരമായ എതിർപ്പ്, അല്ലാതെ ഹാഷ്മിയുടെ തന്തയ്ക്ക് പറയുന്നതല്ല എതിർപ്പ്. വിമർശനം എന്ന് പറയുന്നത് ഹാഷ്മിയുടെ തിരിച്ച് തന്തയ്ക്ക് പറയുന്നതല്ല വിമർശനം. ആശയങ്ങൾ കൊണ്ട് വിമർശിക്കണം. മൈത്രേയന്റെ അച്ഛനെയും അമ്മേനെയും തെറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയം ശരിയാവും. മൈത്രേയന്റെ ആശയങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ തന്നെ പറഞ്ഞു എന്ന്. മൈത്രേയന്റെ ആശയങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഒരുപക്ഷെ അതൊക്കെ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. നിങ്ങൾക്ക് എന്താ അതിൽ ഇത്ര സംശയം? ഒരു കാലത്ത് ലിവിങ് ടുഗെദർ എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് കേരളത്തിലൊക്കെ അത് അംഗീകരിച്ചു തുടങ്ങിയില്ലേ? ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടൊപ്പം ജീവിക്കുന്നത് മൈത്രേയനല്ലേ അത് തെളിയിച്ചു തന്ന ആള്. മൈത്രേയനെ പോലെ ഇന്ന് എത്രയോ പേര് അത് ജീവിക്കുന്നു. ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പറയുന്നത് അത് തന്നെയല്ലേ? ഒരുമിച്ച് ജീവിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ ഒരുമിച്ച് തുടരുക, ഇഷ്ടമില്ലെങ്കിൽ പിരിഞ്ഞു പോവുക എന്നത് ഒക്കെ മനസ്സിലാക്കൂ. റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചത് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. അവരെന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. അതുപോലെയാണോ മിസൈൽ? കണ്ടുപിടുത്തങ്ങളൊക്കെ എല്ലാ കാലത്തും നല്ലത് തന്നെയാണ്. പക്ഷേ അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകണം. നാം ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ? ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിച്ചിരുന്നു. അതെല്ലാം നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടാണ് അതിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചത്. കോഴി 45 ദിവസം കൊണ്ട് നമുക്ക് ആഹാരമായി മാറുന്നു. എന്നാൽ ഒരു നാടൻ കോഴി 3-4 വർഷം വളർത്തേണ്ടി വരുന്നു നമുക്കതിനെ ഭക്ഷണമായിട്ട് കഴിക്കണമെങ്കിൽ. തെങ്ങ് 2 വർഷം കൊണ്ട് കായ്ക്കുന്നു. നമ്മുടെ പൂർവികർ 8-10 വർഷം എടുത്തിട്ടാണ് തെങ്ങിൽ നിന്നൊരു തേങ്ങ പറിച്ചിരുന്നത്. അതൊക്കെ കണ്ടുപിടുത്തങ്ങളാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരു വയലിൽ ഇന്ന് ഒരു വർഷം 3-4 കൃഷി ഇറക്കുന്നു. അതെല്ലാം കണ്ടുപിടുത്തങ്ങളാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഇന്ന് ലോകത്തുള്ളത്? മിസൈല് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണോ? മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണോ മിസൈല്? അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? മിസൈൽ കൊണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല, നഷ്ടങ്ങളല്ലാതെ. ഇതൊരു നഗ്നമായ സത്യമാണ്. ഞാൻ മൈത്രേയന്റെ ആരാധകനോ പിൻഗാമിയോ ഒന്നുമല്ല. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. എന്തായിരിക്കും അതിന്റെ അർത്ഥമെന്ന്. അദ്ദേഹം പിന്നെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനും ചില തെറ്റുകളൊക്കെ പറ്റാം. അതിന് നമ്മൾ അദ്ദേഹത്തെ തെറി വിളിക്കുന്നതാണോ മര്യാദ? അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഖണ്ഡിക്കുക. ഓരോ ആശയങ്ങളും എടുത്തു വെച്ച് നിങ്ങൾ പറഞ്ഞതിനകത്ത് ഇന്ന തെറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഖണ്ഡിക്കുക. ഇത് കുറെ കഞ്ചാവോളികളെന്നും പറഞ്ഞ് അയാൾ അച്ഛനും പറഞ്ഞു, കുറെ തെറിയും പറഞ്ഞ്. എന്ത് വിമർശകനാണോ എന്തോ താങ്കൾ? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കത് അംഗീകരിക്കാനും പറ്റില്ല. ഓക്കെ, ബൈ.